ഹലോ, ഉഷ രവീന്ദ്രൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബട്ടൂറ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് ഓരോന്നായി നമുക്ക് ആ ബൗളിലേക്ക് ചേർക്കുമ്പോൾ എന്താണെന്ന് പറയാം. ആദ്യമായി ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർക്കണം. മൈദ നന്നായി അരിച്ച് വൃത്തിയാക്കിയിട്ടുള്ള മൈദയാണ്. ആ മൈദയിലേക്ക് 2 ടീസ്പൂൺ റവ ചേർക്കണം. 2 ടീസ്പൂൺ റവ ചേർത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഷുഗർ ചേർക്കണം. ഷുഗർ ചേർത്ത് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർക്കണം. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കണം. പിന്നീട് ഒരു 3/4 ടീസ്പൂണോളം സോൾട്ടും ചേർക്കണം. ഇതെല്ലാം നല്ലപോലെ മൈദയിൽ ചേരുന്ന വിധത്തിൽ നന്നായി കൂട്ടി കലർത്തി വയ്ക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും എല്ലാം മൈദ ഇതിൻ്റെ കൂടെ നന്നായി യോജിപ്പിച്ച് ചേർക്കണം. മാവെല്ലാം എണ്ണയിൽ നന്നായിട്ട് കലർത്തിക്കൊണ്ട് പൊടിയായിട്ട് കലർത്തി ചേർത്ത് വയ്ക്കണം. ഇതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് നമുക്ക് കുറച്ച് തൈരാണ്. ഇത് ഒരു 3/4 കപ്പ് തൈരുണ്ട്. ആ തൈരാണ് ഇത് ചേർക്കേണ്ടത്. തൈരും ഇത് അതുപോലെ തന്നെ ഓയിൽ കലർത്തിയ മാതിരി തന്നെ മൈദയുടെ എല്ലാ ഭാഗങ്ങളിലും പൊടികളുടെ എല്ലാ ഭാഗങ്ങളിലും ചേരുന്ന പോലെ കലർത്തി നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കണം. അത്ര സ്ട്രോങ് ആയിട്ടൊന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് സൗകര്യം പോലെ ഇങ്ങനെ പതുക്കനെ എല്ലാവരുടെയും കുഴച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും ആ 1 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് മുഴുവനായി എടുത്തിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു 2 സ്പൂൺ വെള്ളം മാത്രമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ വീണ്ടും ഒഴിക്കാവുന്നതാണല്ലോ. ഒറ്റയടിക്ക് ഒഴിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് നന്നായി 2 സ്പൂൺ ഒഴിച്ചതിന് ശേഷം വീണ്ടും എല്ലാം കൂട്ടി മിക്സ് ചെയ്ത് കലർത്തി ഒരു ഉരുളയാക്കി വയ്ക്കണം. ഇതിലേക്ക് കുറച്ച് എല്ലാം ഉരുളയാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് 2 സ്പൂൺ കുറച്ചൊരു 1/2 സ്പൂണോളം ഓയിൽ ഒഴിച്ച് ഇതിൻ്റെ മേലെ സ്മൂത്താക്കി ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഉണങ്ങാതിരിക്കും. അതിന് വേണ്ടിയാണ് മേലെ ഓയിൽ ചേർക്കണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം മിക്സായിട്ടുണ്ട്. മിക്സായതിന് ശേഷം ഇനി ഓയിൽ ചേർത്ത് നമുക്കിത് അടച്ച് 2 മണിക്കൂറോളം അടച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് സെറ്റാവുള്ളൂ. റവയൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ, നന്നായി സെറ്റായിട്ട് വരണമല്ലോ. അതുകൊണ്ട് ഇത് ഇനി 2 മണിക്കൂർ നേരം നമുക്ക് അടച്ച് വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് മറ്റുള്ള ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഇതിലേക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കടലക്കറി ചെയ്തതെന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഓക്കെ ആകും. അതുകൊണ്ട് നമുക്ക് കടലക്കറി ചെയ്യാൻ നോക്കാം. കടലക്കറി പിന്നെ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതൊക്കെ ആണല്ലോ. അതുകൊണ്ട് അതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കടലക്കറിയുടെ. അതുകൊണ്ട് കടല നന്നായി കഴുകി കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതൊരു 5 വിസിൽ വരെ വേവിക്കാവുന്നതാണ്. മിനിമം 5 വിസിലെങ്കിലും ആയാൽ മാത്രമേ കടല വെന്ത് കിട്ടത്തുള്ളൂ. അതിനുശേഷം അടച്ച് വെയിറ്റിട്ട് 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കടലക്കറി തയ്യാറാക്കാം. കടലക്കറി എല്ലാം തയ്യാറായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏതുകൊണ്ട് ബട്ടൂര ചെയ്യడానికి റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്നു നോക്കാം, അതെങ്ങനെയുണ്ടെന്ന് അറിയാം. അത്രമാത്രം അത് പൊങ്ങി വന്നിട്ടുണ്ട് എന്നറിഞ്ഞാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് അപ്പം പൊങ്ങിയിട്ടുണ്ട്. ഈ കുക്കർ 5 വിസിൽ വരെ ആവട്ടെ. ഇപ്പോൾ അത് നന്നായി പൊങ്ങി വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ബട്ടൂര ഉണ്ടാക്കാൻ തുടങ്ങി. 2 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ബാക്കി കുറച്ച് മാവും കൂടെ ഉണ്ട്, അത് പിന്നെ ഉണ്ടാക്കാം. ഇത് പതുക്കനെ അവിടെ നിന്ന് പതുക്കെ എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടാവുന്നതാണ്. നേരത്തെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ അവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി പോകുന്നുണ്ടായി. ഇതപ്പോൾ തുറന്നപ്പോൾ ഞാനവിടെ സ്റ്റവിൽ കാണുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരുന്നതോറും ഇതിൻ്റെ മുകളിലേക്ക് സൈഡിൽ നിന്ന് കുറേശ്ശെ എണ്ണ എടുത്ത് അതിൻ്റെ മുകളിൽ ഒഴിച്ചുകൊണ്ടിരുന്ന അത് പൊങ്ങി വന്നോളും. ഇനി ഇത് കുറച്ച് നേരം കൂടെ പൊങ്ങിയ ശേഷം ഇത് നമുക്ക് പതുക്കനെ മറിച്ചിടാം. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഹിന്ദിക്കാരുടെ ഒരു ഫേവറേറ്റാണ്. വല്ലപ്പോഴുമൊക്കെ നമ്മളും മൈദയൊക്കെ ആയ കാരണം വല്ലപ്പോഴുമൊക്കെ നമുക്കും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. ഇത് എടുത്ത് ഇപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല പൊള്ളയായി വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കടലക്കറിയും കൂടെ റെഡിയാക്കി ഇത് എടുത്ത് വയ്ക്കാം. ഇത് അതിൽ നിന്നും പതുക്കനെ എടുത്ത് നമ്മുടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണയെല്ലാം നന്നായി വാർന്ന് പോട്ടെ. അതിന് ശേഷം പതുക്കനെ പ്ലേറ്റിലേക്ക് പൊട്ടിപ്പോവാതെ തന്നെ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കടലക്കറിയും കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കണം. സൺഡേ ദിവസങ്ങളിലോ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം. നല്ല സ്മൂത്താണ്. ഉള്ളൊക്കെ ഭയങ്കര നല്ലോണം പൊള്ളയായിട്ടുണ്ട്. അതാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കേ, ബൈ.